പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ ആരാധനാ ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വചനവുമായി ദൈവമക്കളുടെ മുമ്പാകെ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇളയവനാകുന്ന അടിയനെ ഒരുക്കിയതായ സാവകാശത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രിയ ബാബു സാർ, മറ്റെല്ലാ പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെയും നമുക്ക് ദൈവസ്ഥനിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് പാസ്റ്റർ ഇങ്ങനെ ഒരു ശുശ്രൂഷയുടെ കാര്യം ഓർപ്പിച്ചത്. ഞാൻ അപ്പോൾ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താണ് പ്രസംഗിക്കേണ്ടത്? ദൈവം പറഞ്ഞത് അന്നേരം എനിക്ക് ഹൃദയത്തിൽ തോന്നിയ ഒരു ആലോചനയാണ്, ഞാൻ കരുതുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നു രാവിലെ സ്വർഗത്തിലെ ദൈവം പറയുകയാ, ആരാധനയ്ക്ക് വന്ന ദൈവമക്കളെ കരുതുന്നവനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഡാം കെട്ടിയ ഡാമിനകത്ത് വെള്ളം ഒഴുകുന്നത് നമുക്കറിയാം. അതിന് അനുവദിച്ച പാതയിൽ കൂടിയാ വെള്ളം ഒഴുകുന്നത്. എന്നാൽ ഡാം ഒന്ന് പൊട്ടിയാൽ അതിൻ്റെ വെള്ളം ഒഴുകുന്ന പാത ഏതു വഴിക്കൂടാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നു രാവിലെ ഒന്ന് പൊട്ടുവാൻ തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവം പറയുകയാ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്ന വഴി നിനക്കറിയുവാൻ കഴിയത്തില്ല. നിന്റെ ജീവിതത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന ചിലതിനെ ഇന്നു രാവിലെ നീ പൊട്ടിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാ, ഇന്നു രാവിലെ നിന്റെ ജീവിതത്തിൽ ചില ഒഴുക്കുകളെ തടയുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ ഇന്നു രാവിലെ എൻ്റെ ദൈവം തകർത്തെറിഞ്ഞുകൊണ്ട് ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ ഒഴുകിത്തരുവാൻ എൻ്റെ ദൈവം ശക്തനാ. പ്രൈസ് ദി ലോർഡ്. അത് കച്ചി കത്തുന്നതിനും മുട്ടി കത്തുന്നതിനും വ്യത്യാസമുണ്ട്. നീ കത്തിയാൽ നിന്റെ അടുത്തിരിക്കുന്നവർ അറിയണം നീ ആത്മാവിൽ ആരാധിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുകയാണ്, ഇന്ന് രാവിലെ മുട്ടി കത്തുന്ന പോലെ നീ കത്താൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ അടുത്തിരിക്കുന്നവർ അറിയണം ആത്മാവിൽ നീ പ്രാപിച്ച് അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാവിലെ ജ്വലിപ്പിക്കാൻ തയ്യാറാകുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാ, ഇന്ന് രാവിലെ ഒരു വലിയ വിടുതല് പ്രാപിച്ച് കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കും. 1 പത്രോസ് 5 അതിന്റെ 7-ാം വാക്യം. മതി. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകൂലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. വേർപെട്ട ദൈവത്തെ ആരാധിപ്പാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവജനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പ്രത്യാശ എന്ന് പറയുന്നത്, ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് എല്ലാവരും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും കടന്നു പോകുന്ന ദിവസമാണ്. എന്നാൽ വേർപെട്ട ദൈവത്തെ ആരാധിപ്പാൻ തീരുമാനിച്ച ദൈവവൈതലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പ്രത്യാശ പറയുന്നത്, നാം സേവിക്കുന്ന ദൈവം സാധാരണക്കാരനായ ദൈവമല്ല. നാം സേവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി കരുതുവാൻ സേവിക്കുന്ന ദൈവം, ഞാനിവിടെ വിളിച്ചു എല്ലാ തലങ്ങളിലും, എല്ലാ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും, എല്ലാ വേദനയുടെ ഘട്ടങ്ങളിലും, എല്ലാ നന്മയുടെ ഘട്ടങ്ങളിലും നിന്നെ കൈപിടിച്ച് കരുതുവാൻ കഴിവുള്ള ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാ, ഞാൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാ, ഞാൻ നിന്നെ കരുതുന്ന ദൈവമാ. ഇന്ന് രാവിലെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു പ്രത്യാശ വേണം. നാം ആരാധിക്കുന്ന ദൈവത്തിന് നമുക്കൊരു ധൈര്യം വേണം. നാം ആരാധിക്കുന്ന ദൈവം, നാം പ്രാർത്ഥിക്കുന്ന ദൈവം, നാം സേവിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല. നമ്മുടെ ജീവിതത്തിലെ ഏതു ഘട്ടങ്ങളിലും, ഏതു വിഷമ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമല്ല, നിന്റെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളിലും എന്നെയും നിന്നെ കരുതുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാനും നീയും സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ സകല ചിന്താകൂലങ്ങളും നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇടണം. പ്രൈസ് ദി ലോർഡ്.
ഇന്നു രാവിലെ ആരാധനയ്ക്ക് കടന്നു വന്ന ദൈവം ഇതില് വന്നപ്പോൾ ഒരു വാണിറ്റി ബാഗ്, സഹോദരിമാരുടെ കയ്യിൽ ഒരു വാണിറ്റി ബാഗ് ഉണ്ടാവും, സഹോദരന്മാരുടെ കയ്യിലേ ഉള്ളൂ ബൈബിള് മാത്രമായിട്ട് വരുന്നത്. എന്നാൽ അതുകൂടാതെ ഇന്ന് രാവിലെ കടന്നു വന്ന ചിലർ അഡീഷണലായിട്ട് ഒരു ഭാഗ്യം കൂടെ കൈ കരുതിയിട്ടാ വന്നത്. ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനയുടെ ഒരു ഭാണ്ഡവും ചുമന്നുകൊണ്ടാ വന്നത്. എന്നാൽ ഇന്നു രാവിലെ ദൈവം പറയുക, ഇന്നു രാവിലെ നീ ആരാധിക്കുന്ന ദൈവം, നിന്റെ ആരാധനയിൽ പ്രസാദിക്കുന്ന ദൈവം പറയുക, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാ. ഇന്നു രാവിലെ നിന്റെ ജീവിതത്തിലെ ചിന്താകുലങ്ങള് ഇവിടെ ഇട്ടേച്ച് കടന്നു പോകണം. ഇന്നു രാവിലെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുക, നിന്റെ ജീവിതത്തിലെ സകല വിഷയങ്ങളുടെ മേലോ അത് കരം പിടിച്ച് ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാ ഞാനും നീയും സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരെയാണ് ദൈവം കരുതുന്നത്? അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വായിച്ചു. ആമേൻ. ആരെയാണ് ദൈവം കരുതുന്നത്? ആരൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ താണിരുന്ന്, ആര് ദൈവത്തിന്റെ സന്നിധിയിൽ, അതേ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിലിരിക്കാൻ തയ്യാറായിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം കരുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിപ്പാൻ, ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ, ദൈവത്തിന്റെ കരങ്ങളിൽ താണിരുന്ന് ദൈവിക ആലോചനയ്ക്ക് മുൻപാകെ നിന്നെ താഴ്ത്താൻ തയ്യാറാകുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുക, മറ്റാരും നിന്നെ പരിഹസിച്ചാലോ, മറ്റാരും നിന്നെ നോക്കിക്കൊണ്ട് യുദ്ധകാഹളം മുഴക്കിയാലും നിന്നെ കരുതുന്ന ഒരു ദൈവം, എന്റെ ദൈവം ഇന്നു രാവിലെ ജീവിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാൻ തയ്യാറാകുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുക, നിനക്ക് വേണ്ടി കരുതുവാൻ എന്റെ ദൈവം ശക്തനാ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പഠിക്കുമ്പോൾ ആരൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടോ അവരുടെയൊക്കെയും ജീവിതത്തിൽ വിടുതലുമായി എൻ്റെ ദൈവം എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ദൈവമക്കളെ, ആര് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നോ, ആര് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കാൻ തയ്യാറാകുന്നോ അവർക്ക് വേണ്ടി കരുതുവാൻ എൻ്റെ ദൈവം ശക്തനാ. പ്രൈസ് ദി ലോർഡ്. തന്റെ കൂട്ടു സഹോദരി നിന്ദിച്ചപ്പോഴും ദേശം തനിക്കെതിരായിപ്പോഴും പരിഹാസത്തിന് മുമ്പിൽ മറുപടി പറയാൻ നിൽക്കാതെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറായ ഒരു ഹന്നയുണ്ട്. അവളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകൾക്ക് പഴി പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരിക്കും. ആത്മാവ് പറയുന്നു, രാവിലെ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തയ്യാറാകുന്നെങ്കിൽ നിനക്ക് വേണ്ടി ചിലതിനെ പ്രവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാ. പ്രൈസ് ദി ലോർഡ്. ഹന്നായുടെ ജീവിതത്തിൽ ഇല്ലായ്മയെ നോക്കിക്കൊണ്ട് അവളെ നേരെ കൈ ചൂണ്ടി പരിഹാസം പറഞ്ഞപ്പോൾ ഹന്ന തിരിച്ചു പറയാൻ നിന്നില്ല, അത് മറുപടി പറയാൻ നിന്നില്ല. പിന്നെയോ അവൾ നേരെ ആലയത്തിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹന്ന തന്റെ ജീവിതത്തിൽ ആലയത്തിലേക്ക് എപ്പം വരാൻ തയ്യാറായോ, തന്റെ ഹൃദയം ആലയത്തിൽ പകരാൻ തയ്യാറായോ, തന്റെ ജീവിതത്തിൽ ദൈവിക മറുപടി വെളിപ്പെടാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ പകരാൻ നീ തയ്യാറാണോ? പ്രവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാ. നീ ദൈവസന്നിധിയിൽ പകരാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? സ്വർഗത്തിലെ ദൈവം പറയുകയാ, കരുതുവാൻ കഴിവുള്ള കർത്താവ് ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നീ പ്രാർത്ഥിപ്പാൻ തയ്യാറാകുന്നെങ്കിൽ, ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയത്തെ പകരുവാൻ തയ്യാറാകുന്നെങ്കിൽ, അത് പ്രവാചകൻ പോലും പുരോഹിതൻ പോലും നിന്നെ നോക്കിക്കൊണ്ട് പലപ്പോഴും പരിഹാസം എഴുതി വിട്ടാലോ, ഇന്നു രാവിലെ നിന്നെ കരുതുന്ന ഒരു ദൈവം നിന്നെ നോക്കി പറയുകയാ, നിന്റെ ജീവിതത്തിൽ നിന്ന മാറ്റുവാൻ കരുതുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരും നിന്റെ വേദന കണ്ടില്ലെന്ന് വരാ, നിന്റെ കുടുംബത്തിലുള്ളവർ നിന്റെ വേദന കണ്ടില്ലെന്ന് വരാ, പലപ്പോഴും നിന്റെ കണ്ണുനീരിനെ കണ്ട് നിന്നെ പരിഹസിച്ചെന്ന് വരാ. എന്നാൽ ഇന്നു രാവിലെ ദൈവാത്മാവ് പറയുക, ഇന്നു രാവിലെ ദൈവസനിൽ നിന്നെ ഏൽപ്പിക്കാൻ തയ്യാറാകുകയാണോ? നിന്റെ ജീവിതത്തെ ദൈവസനിൽ പകരുവാൻ തയ്യാറാണോ? സ്വർഗത്തിലെ ദൈവം പറയുക, ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായ ചിലതിനെ കരുതുവാൻ കഴിവുള്ള ദൈവം ഇന്ന് രാവിലെ നിന്നെ നോക്കിക്കൊണ്ട് പറയുകയാ, ചിലത് നിനക്ക് വേണ്ടി തുറക്കുവാൻ എന്റെ ദൈവം ശക്തനാ. ഇന്ന് രാവിലെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. ചിലത് കിട്ടത്തില്ലെന്ന്, ചിലത് പ്രാപിക്കത്തില്ലെന്ന് വാതുകെട്ടി കാലങ്ങളായി വാദിച്ചു നിന്ന ശത്രുവിന്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാ, ചിലതിനെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. ചില വഴികളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. ചില വാതിലുകളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. കാരണം ഞാനും നീയും സേവിക്കുന്ന ദൈവം അവിടുന്ന് കരുതുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച മാത്രം ഈ പുസ്തകം എടുത്താൽ അത് പലപ്പോഴും വിടുതൽ കണ്ടെന്ന് വരത്തില്ല. ഈ ദിവസങ്ങളിൽ സമയമെടുത്ത് മുഴങ്കാലുകളിൽ ഇരിക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുക, ദൈവസന്നിധിയിൽ ആരും മുഴങ്കാൽ മടക്കാൻ തയ്യാറാകുന്നെങ്കിലും അവനു വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ചത്തെ 2 മണിക്കൂറത്തെ ആരാധന കൊണ്ട് നിന്റെ ജീവിതത്തിൽ വിടുതൽ ലഭിച്ചെന്ന് വരത്തില്ല. ഈ ദിവസങ്ങളിൽ നീ ആരാധനയ്ക്ക് വേണ്ടി ആത്മാവിൽ പോരാടാൻ തയ്യാറാകുന്നെങ്കിൽ ഇന്നു രാവിലെ സ്വർഗത്തിലെ ദൈവം പറയുകയാ, നിനക്ക് വേണ്ടി കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിൽ വിഷയങ്ങളുടെ മുൻപിൽ നിന്റെ കരം പിടിച്ചുകൊണ്ട് ആര് ദൈവസനിൽ താണിരിക്കുന്നു അവർക്ക് വേണ്ടി കരം പിടിച്ച് കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാ നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാലങ്ങളായി പ്രാർത്ഥിച്ച വിഷയമാകാം. ഇന്നു രാവിലെ ഇവിടെ ഇരിക്കുമ്പോഴോ ഇനിയും വിഷയത്തിന്റെ മേൽ മറുപടിയില്ലെന്ന് നീ വിചാരിക്കുമ്പോഴോ നിന്റെ ഉള്ളിൽ പിശാച് ഇനി ഈ വിഷയത്തിന്റെ മേൽ മറുപടി വരുത്തില്ലെന്ന് അത് പലപ്പോഴും നിന്റെ ചിന്താമണ്ഡലങ്ങളിൽ ശത്രുവായവൻ ചിന്ത കൊണ്ടിടുമ്പോഴോ ഇന്നു രാവിലെ ഓർത്തോണം, ദൈവസന്നിധിയിൽ നീ താഴാൻ തയ്യാറാകുന്നെങ്കിൽ ഇന്നു രാവിലെ ചില മറുപടിയുമായി സ്വർഗത്തിലെ ദൈവം എഴുന്നള്ളി വരിക. പ്രൈസ് ദി ലോർഡ്. ദൂത് പറയാൻ ദൈവമാ പറഞ്ഞെങ്കിൽ ഏലിയാവേ നിനക്ക് വേണ്ടി ഒരു കാക്കയെ ഒരുക്കാൻ എന്റെ ദൈവം ശക്തനാ. പ്രൈസ് ദി ലോർഡ്. ദൂത് പറയാൻ നിന്നെ ഇറക്കിയവൻ എന്റെ ദൈവമാണെങ്കിൽ അത് നിന്നെ വഴിയിൽ പട്ടിണിക്കിടുന്നവനല്ല എന്റെ ദൈവം. ദൂത് പറയാൻ പറഞ്ഞത് എന്റെ ദൈവമാണ് എങ്കിൽ അത് നിനക്ക് വേണ്ടി ഒരു കാക്കയെ ഒരുക്കാൻ എന്റെ ദൈവം ശക്തനാ. ഓ ഗ്ലോറി. പ്രൈസ് ലോർഡ്. ഈ ദിവസങ്ങളിൽ നിന്നെ വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ, നിങ്ങളെ വിളിച്ചത് ദൈവമാണെങ്കിൽ ഇന്ന് രാവിലെ വിശ്വസിച്ചോണം, വിളിച്ചിറക്കിയതിന്റെ മധ്യേ നിനക്ക് വേണ്ടി ചിലതിനെ കരുതി വെച്ചിട്ടാ ദൈവം നിന്നെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ ചിലതിനെ ഒരുക്കി വെച്ചിട്ട് ദൈവം വിളിച്ചത്. പലപ്പോഴും ശത്രു അതിനെ മൂടി വെച്ചിട്ട് പലപ്പോഴും നമ്മുടെ കണ്ണ് തുറക്കാൻ കഴിയാതെ വിടുതൽ കാണാൻ കഴിയാതെ പലപ്പോഴും മൂടപ്പെട്ട അവസ്ഥയിലാണ്. ഇന്നു രാവിലെ ആത്മാവിൽ അത് കണ്ണ് തുറക്കാൻ തയ്യാറാകുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുക, ദൈവം ഒരുക്കിയ ചില നന്മകള് ഇന്ന് രാവിലെ നീ പ്രാപിച്ചെടുക്കാൻ പോകുകയാ. ദൈവം നമ്മെ വിളിച്ചപ്പോ, ദൈവം നമ്മെ ഇറക്കിയപ്പോ അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതിനെ കരുതി വെച്ചിട്ടാ ഇറക്കിയത്. എന്നാൽ പലപ്പോഴും ശത്രു അന്ധത പിടിപ്പിച്ച്, നമ്മുടെ ആത്മീക കണ്ണിനെ അന്ധത പിടിപ്പിച്ച് ദൈവം ഒരുക്കിയ നന്മ കാണാൻ കഴിയാതെ ഇന്നും പഴി പറഞ്ഞ് കണ്ണുനീരൊരുക്കി ഇരിക്കുന്ന ദൈവവചനെ നോക്കി ദൈവം പറയുകയാ, ഇനി നീ കരയാനുള്ളവനല്ല, ഇനി നീ കരയാനുള്ളവനല്ല. അധികാരത്തോടെ പറയണം, എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുക, അധികാരത്തോടെ നീ പറയണം, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ അധികാരത്തോടെ പറയാൻ നീ തയ്യാറാണോ? നിന്റെ കണ്ണ് തുറക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്.
ആത്മാവിൽ ഇന്നു രാവിലെ ആരാധിപ്പാൻ നീ തയ്യാറാകുന്നെങ്കിൽ, ഇന്ന് രാവിലെ ആത്മാവിൽ പോരാടാൻ തയ്യാറാകുന്നെങ്കിൽ, നിന്റെ മുമ്പിൽ മന്നത വെച്ച് നിന്റെ മുന്നിൽ അതേ പാട പോലെ നിന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയതായ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയാതെ വണ്ണം, എത്തിപ്പിടിക്കേണ്ട ചില നന്മകളെ കാണുവാൻ കഴിയാതെ വണ്ണം മൂടുപടമിട്ട് വ്യാപരിക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങള് ഇന്നു രാവിലെ സ്വർഗത്തിലെ ദൈവം അതിനെ വെട്ടിമാറ്റി ഇന്നു രാവിലെ കരുതുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിപ്പാൻ തയ്യാറാകുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവം പറയുകയാ, ചിലതിന്റെ മേൽ നീ ഇന്നു രാവിലെ അവകാശം പറയാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്നു രാവിലെ ചിലതിന്റെ മേൽ അവകാശം പറയാൻ പോകുകയാ, അധികാരത്തോടെ പറയാൻ പോകുകയാ. കണ്ണുനീരിന്റെ അനുഭവം മാറ്റിവെക്ക. ഇന്ന് രാവിലെ നീ